ചൈനയിൽ നടന്ന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് നേതാവ് ഷീ ജിൻപിങ്ങും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഒക്കെ ഒരുമിച്ച് നടത്തിയ കൂടിക്കാഴ്ചകളൊക്കെ തന്നെ ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. ഈ സന്ദർഭത്തിലാണ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം അവിടെ ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാനിലെ റെയിൽവേ വികസന പദ്ധതിക്ക് ചൈന നൽകാമെന്ന് ഏറ്റിരുന്ന സാമ്പത്തിക സഹായം അവർ നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു. കറാച്ചി മുതൽ പെഷവാർ വരെ നീണ്ടു നിൽക്കുന്ന ഏതാണ്ട് 2000 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള വലിയൊരു റെയിൽവേ വികസന പദ്ധതിക്കാണ് ചൈന പണം നൽകാമെന്ന് ഏറ്റിരുന്നത്. എന്നാൽ ഇപ്പോൾ അവർ പണം നൽകേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. കറാച്ചി റോറി റെയിൽവേ പദ്ധതിയിൽ നിന്നാണ് ചൈന ഇപ്പോൾ പിൻവാങ്ങിയിരിക്കുന്നത്. ഇതിന് കാരണങ്ങൾ നിരവധിയാണ്. അടിസ്ഥാനപരമായ കാരണം പാകിസ്ഥാന് പണം കൊടുത്താൽ അതിന് തിരികെ കിട്ടാൻ പോകുന്നില്ല എന്നുള്ള അറിവ് തന്നെയാണ്. പാകിസ്ഥാൻ സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ തന്നെ തകർന്ന് തരിപ്പണമായൊരു രാജ്യമാണ്. അവരെ സഹായിച്ചിട്ട് ചൈനയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും നേടാനുമില്ല. ചൈന ഏതെങ്കിലും രാജ്യത്തെ സഹായിക്കുകയാണെങ്കിൽ അതിന് അവർക്ക് അതിൻ്റേതായ നേട്ടം വേണം. മാലദ്വീപിലും ശ്രീലങ്കയിലുമൊക്കെ ചൈന പണം കൊടുത്തതിന് ശേഷം അവർ അത് തിരികെ വാങ്ങാൻ ശ്രമിച്ച രീതി നമുക്കറിയാം. ഇപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും നല്ല സുഹൃത്താവാൻ പറ്റിയ രാജ്യം ഇന്ത്യയാണ്. കാരണം ഇന്ത്യ ഒരിക്കലും ചൈനയുടെ അടുത്ത് നിന്ന് സാമ്പത്തിക സഹായം ചോദിക്കുകയില്ല. മറ്റ് പല മേഖലകളിലും ആകട്ടെ ഒരുമിച്ച് പ്രവർത്തിക്കാനും അത് ഇരു രാജ്യങ്ങൾക്കും ഗുണം ചെയ്യാനും കഴിയുമെന്നും ചൈനയ്ക്ക് നന്നായിട്ടറിയാം. ഈ ഒരു സന്ദർഭത്തിൽ കൂടിയായിരിക്കാം ഒരുപക്ഷെ പാകിസ്ഥാനെ ഇനി അടുപ്പിക്കേണ്ടതില്ല എന്നവർ തീരുമാനിച്ചത്. തീർന്നില്ല, പാകിസ്ഥാൻ സർക്കാർ ചൈനയിലെ വിവിധ പവർ സ്ഥാപനങ്ങളിൽ നിന്ന്, എനർജി സ്ഥാപനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങിയ വകയിൽ ഏതാണ്ട് $1.5 ബില്യൺ തിരികെ കൊടുക്കാനുണ്ട്. ആ കടം ഇനിയും വീട്ടിയിട്ടില്ല. ചൈനീസ് പാകിസ്ഥാൻ വ്യവസായ ഇടനാഴിയുടെ കൂടി ഭാഗമായിട്ടാണ് ഈ ഒരു റെയിൽവേ സംവിധാനത്തെയും അവർ ഉൾപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ തുക നൽകേണ്ടി വരും എന്ന് ചൈനയ്ക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. പാകിസ്ഥാൻ പോലെയുള്ള യാതൊരു തരത്തിലുമുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറഞ്ഞ സമയത്തിനും പറഞ്ഞ പണത്തിനുള്ളിലൊക്കെ ഒരിക്കലും ഇത് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയുകയില്ല എന്ന് ചൈനയ്ക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. നേരത്തെ ചൈന പാകിസ്ഥാനെ പല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അവിടെയുള്ളൊരു തുറമുഖം നന്നാക്കി പ്രവർത്തിപ്പിക്കാൻ ചൈന സഹായം നൽകിയിരുന്നു. അതുപോലെ അവർക്ക് പല പ്രതിരോധ ആവശ്യങ്ങൾക്കെല്ലാം തന്നെ സഹായം നൽകിയിട്ടുണ്ട് രാജ്യമായിരുന്നു ചൈന. പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികളാകെ മാറി മറിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇനി പാകിസ്ഥാന് പണം കൊടുക്കേണ്ടതില്ല എന്നുള്ള ഈ ഒരു തീരുമാനം പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്.